ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ക്രോപ്പ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ നെക്കും അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ലൈനിങ് ഇട്ടിട്ട് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു പട്ടുപാവാടയുടെ തുണിയാണ്. അപ്പോൾ ഇതിൽ ആ പ്രിൻ്റ് ഇല്ലാത്ത ഭാഗം വരുന്നതാണ് നമ്മുടെ ബ്ലൗസ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു സൈഡിൽ നമുക്ക് പ്രിൻ്റ് ഇല്ലാത്ത ഭാഗം വരുന്നുണ്ട്. അതാണ് നമ്മുടെ ബ്ലൗസ് പീസ്. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പട്ടുപാവാട തയ്ക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പട്ടുപാവാടയുടെ ഇല്ല, ബ്ലൗസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ടൈപ്പ്, അതായത് ബാക്കിലൊരു ഹോള് വരുന്ന രീതിയിലുള്ള ക്രോപ്പ് ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ലൈനിങ്ങിൻ്റെ തുണി ഞാൻ 1 മീറ്റർ എടുത്തിട്ടുണ്ട്. അതൊന്ന് നീളത്തിൽ 4ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. 2 പീസ് വരുന്നുണ്ട്, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമുക്ക് ഒരുമിച്ചിട്ടിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് നെക്കിൻ്റെ വിഡ്ത്താണ്. ഞാനിവിടെ ഒരു 2.25 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ ഒരു 3.25, ആം ഹോൾ ഒരു 5.5 മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആ ഒരു ലൈനിൽ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് വന്നിട്ടുള്ളത് ഒരു 34ആണ്. 34ൻ്റെ കൂടെ നമ്മൾ 6 ഇഞ്ച് ലൂസ് കൂട്ടുമ്പോൾ 40 കിട്ടും. 40ൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 10 കിട്ടുന്നത്. 10 അവിടെ മാർക്ക് ചെയ്യുക. ഇനി വേസ്റ്റിൻ്റെ അവിടെ ഞാനൊരു 8.5 മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഈ 2 പോയിൻറ്റും കൂടി നമുക്കൊന്ന് യോജിപ്പിച്ച് താഴേക്ക് വരച്ചെടുക്കാം. നമ്മൾ സൈഡിൽ സ്ലിറ്റൊന്നും ഇല്ലാത്ത ഒരു ക്രോപ്പ് ടോപ്പാണ് ചെയ്യുന്നത്. ഇനി 1.5 ഇഞ്ച് നമുക്കൊരു ലൂസായിട്ട് അവിടെ കൊടുക്കാം. 1.5 2 ഒക്കെ കൊടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് ആം ഹോൾ വരച്ചെടുക്കാം. കോർണർ ഭാഗത്തുനിന്ന് ഒരു 1.5 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു പോയിൻറ്റിൽ കൂടി നമ്മുടെ ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. ഇനി നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്യാം. നെക്ക് ഞാനിവിടെ ഒരു 5.5 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. അതൊരു വി നെക്കാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 5.5 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തതിന് ശേഷം അതൊരു ബോക്സ് പോലെ വരച്ചു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കർവ് ഷേപ്പുള്ളൊരു വി ആണ് നമ്മൾ വരച്ചെടുക്കുന്നത്. നമ്മൾ ഫ്രണ്ടിലത്തെ നെക്ക് മാത്രമാണ് വരയ്ക്കുന്നത്. ഒരുമിച്ചിട്ട് കട്ട് ചെയ്യരുത്. ബാക്കിലത്തെ നെക്ക് സെപ്പറേറ്റ് എടുത്തിട്ട് കട്ട് ചെയ്യണം. ഇനി നമുക്കതിൻ്റെ ആം ഹോളും അതുപോലത്തെ സൈഡ് ഭാഗവും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നെക്ക് കട്ട് ചെയ്തിട്ടില്ല, നെക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്യണം. അപ്പോൾ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഫ്രണ്ട് നെക്ക് മാത്രം ഇതുപോലെ ഒന്ന് കുഴിച്ചു വെട്ടുക. എന്നിട്ട് ആ ഒരു പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്ക് സൈഡിലുള്ള പീസ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ഹോള് പോലെ, കുറച്ച് വലിയ ഹോളാണ്, അപ്പോൾ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. ബാക്ക് സൈഡിൽ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് ഫ്രണ്ടിലത്തെ പോലെ തന്നെയാണ് എടുക്കുന്നത്, 2.25. അപ്പോൾ ഞാൻ ആ ഒരു പീസ് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇല്ലെങ്കിൽ നമുക്ക് ടേപ്പിൽ അളന്ന് മാർക്ക് ചെയ്താലും മതി. അതിനുശേഷം നമുക്ക് ഫസ്റ്റിൽ ഒരു യു ഷേപ്പ് വന്നിട്ട് താഴേക്കാണ് വലിയൊരു ഹോൾ വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2.5 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുകയാണ് മുകളിലത്തെ. അതിനുശേഷം അതൊരു ബോക്സ് പോലെ വരച്ചിട്ട് അതൊരു യു ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ താഴേക്ക് നമുക്കൊരു 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. 4 ഇഞ്ചോ 4.5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു 2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒരു ഡ്രോപ്പിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. ഇങ്ങനെ വരയ്ക്കാൻ അറിയില്ലാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ആം ഹോൾ കർവ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് സിമ്പിളായിട്ട് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് 2 പോയിൻറ്റും കൂടെ ഒരുപോലെ വരത്തക്കവണ്ണം വയ്ക്കുക. അതിന് ശേഷം ഒന്ന് വരച്ചെടുക്കുക. വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ ഈ ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് ധാരാളം നെക്ക് ഡിസൈനുകൾ വരച്ചെടുക്കാൻ കഴിയും. അത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ ഒരു താഴത്തെ ആ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ മുകളിലത്തെ കട്ട് ചെയ്തെടുത്തു. നമ്മളതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊരു ലൂപ്പാണ് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് വിടേണ്ടതാണ്. കണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടണം. എന്നിട്ട് നമുക്ക് ലൈനിങ് ഇട്ടിട്ട് അടിച്ച് ഇത് മറച്ച് ഉള്ളിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് വേറെ എക്സ്ട്രാ സ്റ്റിച്ചിങ് ഒന്നും വരുന്നില്ല. നമ്മളെല്ലാം ലൈനിങ് ഇട്ടിട്ട് ഉള്ളിലേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിരിക്കും. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 17 ഇഞ്ചാണ്. ഈ കുറച്ച് ലെങ്ത്ത് വേണമെന്ന് പറഞ്ഞിട്ടാണ് കസ്റ്റമർ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 15 ഇഞ്ചിലൊക്കെ മതി. ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ട് കുറച്ച് ലെങ്ത്ത് കുറച്ച് മതിയല്ലോ. അപ്പോൾ ഇത് 17 ഇഞ്ച് ലെങ്ത്ത് വേണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ ക്ലോത്ത് എടുത്ത് വയ്ക്കുക. അതിൻ്റെ നല്ല വശത്തോട് നമ്മുടെ ലൈനിങ്ങിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക. ഇത് ബാക്ക് സൈഡാണ് വരുന്നത്. എന്നിട്ട് നമ്മുടെ ആം ഹോളും പിന്നെ ആ ഒരു നെക്കും മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വേറെ ഒരു ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട. ഷോൾഡർ ഒന്നും സ്റ്റിച്ച് ചെയ്യേണ്ട. ആം ഹോളും നെക്കും മാത്രം ഒന്ന് 1/4 ഇഞ്ച്
തയ്യൽ തുമ്പിട്ടിട്ട് അടിച്ചെടുക്കുക. അപ്പം നമ്മൾ ഈ രണ്ടെണ്ണത്തിൻ്റെയും ഷോൾഡറും ഒക്കെ അടിക്കുമ്പോൾ ഒന്ന് അളന്ന് എത്രയാണ് ഈ ഷോൾഡർ വേണ്ടതെന്നൊന്ന് അളന്നൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് കയറി ഇറങ്ങി പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു 3.25 അല്ലെങ്കിൽ 3.5 ഇഞ്ചാണ് ഷോൾഡർ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3.5 ഇഞ്ച് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പതുക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, സ്പീഡിൽ കാണിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ പതുക്കെ സ്റ്റിച്ച് ലെങ്ത്ത് കുറച്ചിട്ടതിന് ശേഷം ചെയ്യുക. ഇത് രണ്ട് സൈഡിലെയും ആം ഹോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നെക്കും ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള പീസെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുത്തിട്ട് നമുക്കത് തിരിച്ചിട്ടെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് വളരെ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവിടെയായിട്ട് ഒരു വള്ളിയും കൂടെ വരും. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇപ്പം ഇത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫ്രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഒരു വീനെക്കാണ്. അപ്പോൾ ഞാൻ കറക്റ്റ് അളവിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീനെക്ക് മാത്രം ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറും തമ്മിൽ തയ്യൽ തുമ്പ് കാണാതെ യോജിപ്പിച്ചെടുക്കാം. അതിലിപ്പോൾ ഫ്രണ്ടിലെ ഷോൾഡർ ഞാൻ നിവർത്തി വെച്ചതിന് ശേഷം ലൈനിങ് മെയിൻ ക്ലോത്ത് നിവർത്തി വെച്ചതിന് ശേഷം ബാക്ക് സൈഡിൽ പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശവും നമ്മുടെ ഫ്രണ്ടിൻ്റെ നല്ല വശവും ഒരുമിച്ച് വരത്തക്കവണ്ണം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഷോൾഡറിൻ്റെ ആ ഭാഗവും ആം ഹോളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളിലുള്ള തുണി ഉള്ളിലേക്ക് തള്ളി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഷോൾഡർ ജോയിൻറ്റ് കാണില്ല, വളരെ വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊരു 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. കറക്റ്റ് ആ ഒരു നമുക്ക് കൈ കൊണ്ട് പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു തടിപ്പ് പോലെ വരുന്ന ഭാഗം. അപ്പോൾ അതിലൂടെ നമുക്ക് ആം ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ചെയ്താലും മതി. ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കഴിയുമ്പോൾ കണ്ട നമ്മുടെ ആ ഒരു ഷോൾഡർ ഭാഗം ജോയിൻ ചെയ്തേക്കണേ ഒന്നും തന്നെ കാണാനില്ല. നല്ല വശവും ചീത്ത വശവും എല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഒട്ടും തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെയാണ് ഇങ്ങനെ ദേഹത്ത് കുത്തിക്കൊള്ളാതെയൊക്കെ ഇരിക്കാനായിട്ട് ചില മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ, ദേഹത്ത് കുത്തിക്കൊള്ളുന്ന ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കും. കുറച്ച് നാൾ നമുക്ക് ഇടാനായിട്ട് സാധിക്കും. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗവും സൈഡ് ഭാഗവും ഒക്കെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ആയിട്ടൊന്ന് യോജിപ്പിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഈ നെക്കും ആം ഹോളും മാത്രമാണല്ലോ സ്റ്റിച്ച് ചെയ്തുള്ളൂ. അപ്പോൾ താഴ്ഭാഗവും സൈഡ് ഭാഗവും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വലിയ സ്റ്റിച്ചിട്ട് ചെയ്താലും മതി. അതിനുശേഷം ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ. നെക്കൊക്കെ നന്നായിട്ട് അയൺ ചെയ്തെടുത്താലാണ് നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. അപ്പം ഞാൻ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കണതെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നൂല് പൊട്ടിപ്പോയി എന്ന് തോന്നുന്നു. വീഡിയോ എടുക്കുമ്പോൾ ഉള്ള ഒരു പ്രതിഭാസമാണ് ഈ ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടിപ്പോകുന്നത്. അല്ലാതെ തയ്ക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. നമുക്ക് വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെക്കുമ്പോൾ ഇത് എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ളൊരു ടെൻഷനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നൂല് പൊട്ടിപ്പോകും. നൂല് വൈൻഡ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഇത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും നമ്മൾ ഫുള്ളായിട്ടൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറക്റ്റ് അളവ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരുന്നല്ലോ, അത് ഇപ്പുറത്തെ സൈഡിലേക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്യണം. അതിന് ശേഷം താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കുക. താഴെ നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് പടി പോലെ ബോർഡർ ഉള്ളത് കൊണ്ട് ഒരു 1/2 ഇഞ്ച് മടക്കി അടിച്ചാൽ മതിയായിരിക്കും. ബാക്ക് സൈഡ് നമ്മൾ എത്രയാണ് ലെങ്ത്ത് എടുത്തതെന്ന് വെച്ചാൽ ബാക്കിയുള്ളത് മൊത്തം മടക്കി അടിച്ചെടുക്കുക. സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. നമുക്ക് തയ്യൽ തുമ്പ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് അധികം ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 1.5 ഇഞ്ചൊക്കെ കൂടുതൽ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ കെട്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രോപ്പ് ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കെട്ട് വെക്കാനായിട്ട് നമുക്ക് ആ ഒരു വള്ളി നമുക്ക് കടയിൽ നിന്ന് മേടിക്കണം, റെഡിമെയ്ഡ്. അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ അത് വാങ്ങാത്തത് കൊണ്ടാണ് അത് വയ്ക്കാത്തത്. അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഇതുപോലത്തെ ക്രോപ്പ് ടോപ്പൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. 1 2 അല്ലെങ്കിൽ 3 എക്സ്ട്രാ സ്റ്റിച്ചിങ് കൂടെ നമ്മൾ ഇടണം. വണ്ണം വയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇടാൻ പാകത്തിന്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൻ്റെ പാവാടയും കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാവാട വരുന്നത്. അപ്പോൾ വിഷുവിനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ക്രോപ്പ് ടോപ്പും പാവാടയാണിത്. അപ്പോൾ ഇത് ഞാനൊരു ഇതിൽ ഇട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത്രയുള്ള വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.